നമസ്തേ സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കണ്ടൻറ്റുമായി വന്നിരിക്കുകയാണ്. വളരെ പ്രസക്തമായ ഒരു ഒരു കണ്ടൻറ്റാണ്. അതായത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വളരെ ഗുണകരമായ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുക, അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. കാണും. PM ശ്രീ എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ, പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ്. അപ്പോൾ ഇത് ഭാരത സർക്കാർ ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതി തന്നെയാണ്. ഇത് ആരംഭിക്കാൻ തുടങ്ങിയിട്ട് ഈ പദ്ധതി ആവിഷ്കരിച്ച് 2023 തൊട്ട് 2027 വരെയുള്ള, അല്ലെങ്കിൽ 2023-24 തൊട്ട് 2027 വരെയുള്ള കാലയളവിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനുള്ള പദ്ധതി അനുസരിച്ചാണ് ഇത് ആവിഷ്കരിച്ചത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ ഭാരതത്തിലെ പല സ്കൂളുകളിലും ഇത് ആവിഷ്കരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നെങ്കിലും കേരളം മാത്രം ഇന്ന് ഇതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആരംഭിക്കുന്ന വർഷം ഏകദേശം 2023-24 ആണെങ്കിൽ അന്ന് മുതൽ ഇത് തുടങ്ങാൻ പറ്റാതെ ഇപ്പോൾ 24-25 കാലയളവിൽ ഇത് ആരംഭിക്കുവാനായി കേന്ദ്രം ആവശ്യപ്പെട്ടതനുസരിച്ച് അതിൻ്റെ ഒരു പദ്ധതിയിൽ ഒപ്പുവയ്ക്കാതെ കേരളം മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ എന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ്. ലോകമെമ്പാടും AI ടെക്നോളജിയും മറ്റ് പല ഡിജിറ്റൽ ടെക്നോളജികളും ഇങ്ങനെ വളരെ വലുതായി വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭാരതവും ഒട്ടും പിന്നിലില്ല. AI ടെക്നോളജിയൊക്കെ നമ്മൾ സ്വായത്തമാക്കി സ്വന്തമായിട്ട് ഇവിടെ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് സ്റ്റാർട്ടപ്പ് കമ്പനികൾ വരെ ആയിക്കഴിഞ്ഞു, IT പാർക്കുകളിലൊക്കെ. അപ്പം ഇതിനൊക്കെ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതിനൊക്കെ സപ്പോർട്ടീവായിട്ട് നമുക്ക് പഠന രീതികൾ ആവിഷ്കരിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ പദ്ധതിയുടെ ലക്ഷ്യം രാജ്യത്തെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ നിലവാരവും മെച്ചപ്പെടുത്തുക എന്നത് തന്നെയാണ്. ഇത് ദേശീയ വിദ്യാഭ്യാസ നയം 2020 ചട്ടക്കൂട്ടിൽ നിന്നുള്ള മാതൃകാ വിദ്യാലയങ്ങളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. മാതൃകാ വിദ്യാലയങ്ങളെന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് കേന്ദ്ര സർക്കാരിന് നേരിട്ട് ഭരണത്തിലുള്ള അവരുടെ വിദ്യാലയങ്ങളാണ് ആദ്യം ഈ പദ്ധതി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. പിന്നീട് എല്ലാ സ്കൂളുകളിലും ഇത് കൊണ്ടുവരണം എന്ന തീരുമാനം കേന്ദ്രം കൈക്കൊള്ളുകയായിരുന്നു. കാരണം അത് വിജയമായിരുന്നു ആ പദ്ധതി. അതിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാന കാരണം എന്തൊക്കെയാണ്, ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കിയാലേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. വിദ്യാലയങ്ങൾ പഠന നിലവാരം ഉയർത്തുക, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങൾ ഒരുക്കുക, വിവിധ വിഷയങ്ങൾ കുട്ടികളുടെ അറിവ് വർദ്ധിപ്പിക്കുക, വിദ്യാഭ്യാസത്തിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരിക, മാതൃകാ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പം ഇനി ഈ ലക്ഷ്യങ്ങളൊക്കെ പറയുമ്പോഴും നമുക്ക് എന്തൊക്കെയാണ് ഇതിന് കിട്ടുന്ന ഗുണങ്ങളെന്നുകൂടെ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഈ ഗുണം ഇതാണ്: നമുക്ക് ഓരോ വിദ്യാർത്ഥിക്കും ഡിജിറ്റൽ ക്ലാസ് റൂം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുന്ന ഒരു സ്കൂളിന് ഏകദേശം 1 കോടി രൂപയുടെ ധനസഹായ പദ്ധതിയാണ് ഈ സ്കൂളുകൾ ആവിഷ്കരിക്കുന്നതിന് കേന്ദ്ര ഗവൺമെൻറ് ഉൾപ്പെടുത്തിയിരിക്കുന്ന തുക. അപ്പോൾ മൊത്തത്തിൽ ഏകദേശം എത്രയോ വിദ്യാലയങ്ങളുണ്ടോ അത്രയും വിദ്യാലയങ്ങൾക്കും ഈ തുക ലഭ്യമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വേണ്ടെന്ന് വെക്കുന്നത്, ഇത് മുഖം തിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസ നയം നമ്മൾ അപ്പാടെ തകരാറിലാക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ കേരളത്തിൽ ഇന്ന് വിദ്യാഭ്യാസ സമരം നടക്കുന്നത് ന്യായീകരിക്കുക തന്നെ ചെയ്യാം നമുക്ക്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുക, നടപ്പിൽ വരുത്തുക എന്നതാണ് അവരുടെ ആവശ്യം. അത് ഒന്നും നോക്കാതെ, അത് രാഷ്ട്രീയം നോക്കാതെ സമ്മതിച്ചിരിക്കുക. ഏകദേശം അവരിപ്പോൾ അത് നിവൃത്തിയില്ലാതെ ഒരു രാഷ്ട്രീയപരമായി എടുത്തുകൊണ്ട്, രാഷ്ട്രീയ കണ്ണുകൾ കൊണ്ട് നോക്കിക്കൊണ്ട് അതിനെ എതിർക്കുകയാണ് ചെയ്തിരുന്നത്. എന്തായാലും PM ശ്രീയിൽ ഇവർ എതിർക്കാനുള്ള കാരണം മെയിനായിട്ട് മറ്റൊന്നുമല്ല, പ്രധാനമന്ത്രി ഉള്ള പദ്ധതി എന്ന നിലയിൽ അവിടെ ബോർഡ് വെക്കേണ്ടി വരും എല്ലാ സ്കൂളുകളിലും, ഇത് നടപ്പിൽ വരുത്തുന്ന സ്കൂളുകൾ. അപ്പോൾ അതിലെന്താണ് തെറ്റ്? ഏതെങ്കിലും ഒരു പേര് നൽകിയാൽ അത് ദേശീയ പ്രാധാന്യത്തോടു കൂടി അവതരിപ്പിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അതുമാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ പോരെ. അപ്പം ഇതിൻ്റെ ആശങ്കകൾ ഇവിടെ ഉണർത്തിയിരിക്കുന്നത് ഇതൊക്കെയാണ്. എന്താണ് ഇവിടുത്തെ സൗകര്യങ്ങൾ? പൊതുവിദ്യാലയങ്ങളിൽ ഇത് കൊണ്ടുവന്നാലുള്ള ഗുണങ്ങൾ എന്താണ്? അതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഓരോ കുട്ടിക്കും പേഴ്സണലായിട്ട്, അതായത് ഓരോ കുട്ടിക്കും അതിൻ്റെ പഠനകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുവാനും ശ്രദ്ധിപ്പിക്കുവാനും ഒരു അധ്യാപകരെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിജിറ്റൽ സൗകര്യങ്ങൾ ഒരുക്കിയ ക്ലാസ് റൂമിൽ നമ്മൾ പഴയ ബ്ലാക്ക് ബോർഡും ചോക്കും ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതുപോലെ എഴുതിക്കൊണ്ടോ ഉള്ള ഒരു പഠന രീതികളായിരിക്കില്ല. അതിന് പകരം
നമ്മൾ പവർ പോയിൻ്റ് പരിപാടികൾ കണ്ടിട്ടുണ്ടാകാം എല്ലാവരും. അത് വളരെ നേരത്തെ തന്നെ നമ്മളിവിടെ ആവിഷ്കരിച്ചതാണ്. അതുപോലെ പിന്നെ പ്രൊജക്ടറും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡയറക്റ്റ് അതിലൂടെ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ട് കുട്ടികളെ മനസ്സിലാക്കിക്കുകയും പിന്നെ പാഠഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പാഠഭാഗങ്ങളുടെ വർക്കുകൾ ചെയ്യാനോ നോട്ടുകൾ എഴുതാനോ ഒക്കെ ഡിജിറ്റൽ സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഓരോ വിദ്യാർത്ഥികളിലും സ്മാർട്ട് ക്ലാസ് റൂം ആവിഷ്കരിച്ചതിന് ശേഷം ഓരോ വിദ്യാർത്ഥികൾക്കും പഠന രീതി അവലംബിക്കുവാൻ വേണ്ടിയിട്ട് അവർക്ക് ലാപ്ടോപ്പുകൾ എത്തിക്കുക അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപലബ്ധമാക്കുക എന്നതാണ് കേന്ദ്ര പദ്ധതിയുടെ ഈ ആവിഷ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യപടിയായി ഡിജിറ്റൽ ക്ലാസ് റൂമുകളും സൗകര്യങ്ങളും ഒരുക്കിയതിന് ശേഷം എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് ലഭ്യമാകുന്ന രീതിയിൽ അത് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വിദ്യാർത്ഥികൾക്ക് അത് എന്ത് ചിലവ് വരും അല്ലെങ്കിൽ അതൊക്കെ പിന്നീട് നിശ്ചയിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷെ ഇതിനൊക്കെ സ്പോൺസേഴ്സ് മുന്നോട്ട് വരാനും സാധ്യതയുള്ള തെളിയുന്നുണ്ട്. ധാരാളം കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ അത് വളരെ കുറഞ്ഞ ചിലവിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ ആവിഷ്കരിക്കുവാനും സ്പോൺസേഴ്സിനെ കണ്ടെത്തി ഓരോ സ്കൂളിലും ഈ പദ്ധതി ആവിഷ്കരിക്കുവാനൊക്കെ സാധ്യമാകുന്ന കാര്യങ്ങളാണ്. പിന്നീട് നമുക്ക് ഒരു തലത്തിൽ പൈസ ഉള്ള ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥി മാത്രം വിജയശ്രീലാളിതനായി മുന്നോട്ട് പോകുക എന്ന രീതി അവസാനിക്കുകയും ചെയ്യും. എല്ലാ വിദ്യാർത്ഥികളും ഒരുപോലെ പഠിച്ച് ബുദ്ധിയുള്ളവരായി വരികയും ചെയ്യുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക തന്നെയാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പം സമഗ്ര വികാസ ലക്ഷ്യമാണ് കുട്ടികളുടെ ഉദ്ദേശം. പൊതുവിദ്യാലയങ്ങളിൽ ഇത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ചിന്ത. നമുക്ക് ഇത് വരാതിരുന്നാൽ കുട്ടികൾക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം. അപ്പം കുട്ടികൾക്ക് നഷ്ടം വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്ക് അവർക്ക് വളരെ ആശങ്കകൾ ഒഴിവാക്കിക്കൊണ്ട് മാതാപിതാക്കളുടെ ടെൻഷനുകൾ ഒഴിവാക്കിക്കൊണ്ട് കുട്ടികൾ സ്വതസിദ്ധമായി ഒരു രീതിയിൽ അവർ പഠിച്ചു വളരുകയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് മറ്റുള്ള ആശങ്കകൾ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ വീട്ടിലിരുന്ന് പോലും ഒരു അധ്യാപകനുമായി കോൺടാക്റ്റിൽ വരുത്തുവാൻ ഈ ലാപ്ടോപ്പ് സ്വയമായിട്ട് ഉപയോഗിക്കുമ്പോൾ കഴിയാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭാവിയിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഈ ആശങ്ക എന്താണെന്നുള്ളത് മനസ്സിൽ നിന്ന് മാറ്റിയെടുക്കുക. വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ കൗതുകപൂർവ്വം വളരെ ആദരപൂർവ്വം അവർ ഇത് ഉപയോഗിക്കുവാൻ വളരെ താല്പര്യത്തോടു കൂടി ഇരിക്കുന്ന ഒരു സമൂഹമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ അവർ ബുദ്ധിക്ക് ഒരിക്കലും പിന്നോക്കമല്ല. അപ്പോൾ മറ്റ് എല്ലാ സ്റ്റേറ്റുകളും അല്ലെങ്കിൽ ലോകത്ത് തന്നെ നമുക്ക് മത്സരിക്കുന്ന രീതിയിലുള്ള ബുദ്ധിയും സൗകര്യങ്ങളോടുകൂടി ഉറപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും നമ്മുടെ ഒരു പുതിയ തലമുറ ഒരു പുതിയ തലത്തിലേക്ക് വരുമെന്നുള്ളത് സംശയമില്ല. ഈ അടുത്തയിടെ ഭാരതത്തിലെ നമ്മുടെ നിലവാരം വെച്ച് നോക്കിയാൽ ഭാരതത്തിലെ വിദ്യാഭ്യാസ നിലവാരം ഏകദേശം ഒരു 150-നകത്ത് ഉള്ള പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുകയാണ്. അത് വളരെ ഒരു അഭൂതപൂർവമായ പെട്ടെന്നുള്ള ഒരു വളർച്ചയാണ് അപ്പോൾ കണ്ടിരിക്കുന്നത്. അതായത് വളരെ സ്റ്റാൻഡേർഡായിട്ടുള്ള വിദ്യാഭ്യാസ രീതി അവലംബിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു പട്ടികയിൽ ഇടം പിടിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ട് നമ്മൾ ലക്ഷ്യബോധത്തോടുകൂടി ഉത്തരവാദിത്തോടുകൂടി വിദ്യാഭ്യാസ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു. നന്നായി വരട്ടെ. നമ്മുടെ ഭാരത അംബയുടെ മക്കൾ നല്ല ഒരു ലോകോത്തര നിലവാരത്തിലേക്ക് വരട്ടെ. എല്ലാ രീതിയിലും നമ്മൾ മുന്നോക്കം പോകുമ്പോൾ വിദ്യാഭ്യാസ രീതിയാണ് ഏറ്റവും വളർച്ച പ്രാപിക്കേണ്ട രംഗം. എന്തായാലും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നല്ലൊരു നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ഭാരത് മാതാ.